ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിപ്പിച്ച വമ്പൻ പോരാട്ടത്തിനായിരുന്നു മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. 2020 ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ആവേശവും ആകാംക്ഷയും നിറഞ്ഞ മറ്റൊരു മത്സരം വേറെയുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. സെമിയിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 7 റൺസിനായിരുന്നു ഇന്ത്യ ഇംഗ്ലീഷ് പടയെ കീഴടക്കി ലോകകപ്പിൻ്റെ ഫൈനലിൽ കടന്നത്. വീണ്ടും ഇന്ത്യക്ക് വിജയം നേടിക്കൊടുത്ത് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനത്തിൽ ചാലകശക്തിയായി നിന്നതും മലയാളി താരമായ സഞ്ജു സാംസണായിരുന്നു. ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച സഞ്ജു സാംസണും ഇന്ത്യയെ വിറപ്പിച്ച ജേക്കബ് ബദേലുമായിരുന്നു വാങ്കഡയിലെ 2 പ്രധാന താരങ്ങൾ. ഓപ്പണിംഗിൽ സഞ്ജു സാംസൺ കൊളുത്തിയ വെടിക്കെട്ടിൽ ചുവടുവെച്ച് ഇന്ത്യൻ ബാറ്റിംഗ് നിര തകർത്തടിച്ചതോടെ 7 വിക്കറ്റിന് 253 എന്ന കൂറ്റൻ സ്കോറാണ് ഇന്ത്യ നേടിയത്. 42 പന്തിൽ 7 സിക്സും 8 ഫോറും അടക്കം 89 റൺസ് നേടിയ സഞ്ജു സാംസന്റെ ബാറ്റിംഗ് ആയിരുന്നു ഇന്ത്യക്ക് വമ്പൻ സ്കോർ സമ്മാനിച്ചത്. ഇന്ത്യ ഉയർത്തിയ പടുകുറ്റൻ വിജയലക്ഷ്യത്തിന് മുമ്പിൽ ഇംഗ്ലണ്ട് വിയർക്കുമെന്ന് ചിലരെങ്കിലും വിചാരിച്ചു കാണും. എന്നാൽ സെഞ്ചുറിയുമായി ഇംഗ്ലണ്ട് യുവതാരം ജേക്കബ് ബദേലിൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗ് മത്സരത്തിൻ്റെ ആവേശവും ചങ്കിടിപ്പും അവസാന ഓവറിലേക്ക് നീക്കി. 48 പന്തിൽ 7 സിക്സും 8 ഫോറും അടക്കം 105 റൺസാണ് ബദേൽ നേടിയത്. ബാറ്റിങ്ങിനു പുറമെ സഞ്ജു സാംസന്റെ ഓൾറൗണ്ട് പ്രകടനവും ഇന്ത്യയെ വിജയത്തിൽ എത്തിക്കുകയായിരുന്നു. ഇന്ത്യൻ വിജയം തട്ടിയെടുക്കാൻ ഭീഷണി ഉയർത്തിയ ബദേലിനെ മനോഹരമായ സ്റ്റംപിങ്ങിലൂടെ പുറത്താക്കി സഞ്ജു സാംസൺ വാങ്കഡയിലെ നിശബ്ദതയെ ആരവമാക്കി മാറ്റുകയായിരുന്നു. ഇനി ലോകകപ്പിൻ്റെ ഫൈനലിൽ ന്യൂസിലാൻഡാണ് ഇന്ത്യയുടെ എതിരാളി.